വി.എസ്. അച്യുതാനന്ദൻ ആവശ്യമുള്ളത് മാത്രം കേൾക്കുന്നയാളാണ്. കണ്ണടച്ചിരിക്കുമ്പോൾ പോലും എല്ലാം ചെവിയിലൂടെ കടന്നു പോകുമെങ്കിലും തനിക്ക് ആവശ്യമുള്ളത് മാത്രം അകത്തേക്കെടുക്കുമത്രേ. നടി മഞ്ജു വാര്യരുമൊത്തുള്ള ഒരു ചടങ്ങിലും പതിവ് ഭാവത്തിൽ വേദിയിൽ ഇരിക്കുകയായിരുന്നു വി.എസ്. മഞ്ജു സഖാവിന്റെ പോരാട്ട വീര്യത്തെക്കുറിച്ച് പ്രസംഗിച്ച് കത്തിക്കയറിയപ്പോൾ വി.എസ്. മെല്ലെ ഒന്ന് ചിരിച്ചു. ഇതാ ഇങ്ങനെ. എല്ലാവരുടെയും വഴികാട്ടിയായ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സഖാവ് വി.എസ്. ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ആദ്യമായിട്ടാണ് സാറ് കാണാറുണ്ടോന്ന് അറിയില്ല. ടിവിയിലും ഒക്കെ സാറിനെ ഇതേ തന്മയത്വത്തോടുകൂടി തന്നെ അവതരിപ്പിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. സാറിന്റെ സംസാര രീതിയും വേഷവും എല്ലാം അടക്കം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കണ്ട് നമ്മുടെ എന്റെ കണ്ണുകൾക്ക് ഏറ്റവും സുപരിചിതനാണ് സഖാവ്. ഇതൊക്കെ കൗതുകത്തിന്റെ ഒരു ഭാഗത്തുനിന്നാണ് സംസാരിച്ചത്. പക്ഷെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സാറിന്റെ ഒരു തളരാത്ത പോരാട്ട വീര്യം എന്നുള്ള ഒരു കാര്യം എന്റെ ജീവിതത്തിൽ പലരുടെയും ജീവിതത്തിൽ എന്ന പോലെ എന്റെ ജീവിതത്തിലും പല ഘട്ടങ്ങളിലും ഒരുപാട് ഊർജം പകർന്നു നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തിയില്ല. സാറിനെ നേരിട്ട് കാണാൻ സാധിച്ചത് എന്റെ ജീവിതത്തിലെ വളരെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ മഞ്ജു വാര്യരുടെ പ്രസംഗം കേട്ട് സുഖിച്ചിരുന്നാൽ മതിയോ? അങ്ങ് മൂന്നാറിൽ കുറെ സ്ത്രീകൾ പട്ടിണി കിടന്ന് സമരം ചെയ്യുകയാണ്. ഒരിക്കൽ പിന്തുണ കൊടുത്ത് സഹായിച്ചതാണല്ലോ. ഇനിയും മൂന്നാറിലേക്കൊന്ന് വന്ന് ഒരു പോരാട്ടമായി കൂടെ എന്നാണ് സമരക്കാർ ചോദിക്കുന്നത്. വി.എസിനാണെങ്കിൽ വെള്ളാപ്പള്ളിയെ വിട്ട് സമയവും ഇല്ലാതായിരിക്കുന്നു. ഇന്നത്തെ സമയം അവസാനിക്കുന്നതുകൊണ്ട് ഡെമോക്രസിയും പിൻവാങ്ങുന്നു. തിങ്കളാഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.